Good evening, sir. Good evening. Good evening, sir. Good evening, sir. Good evening. Good evening, sir. Good evening. Good evening. എന്തൊക്കെയുണ്ട് ഭാവേ വിശേഷം? നല്ല വിശേഷം. രണ്ട് ഭാവം ഫൈൻ. യെസ്. Hello, how are you? How are you? I am very fine. Okay, Sharon. Good evening. I am good. I am good. Very good. Yes. Let us start. Okay, Sharon. Okay. Good evening, sir. Okay, good evening, everybody. Yes. അപ്പൊ നമ്മള് സ്ഥിരം കാണാനുള്ള 25 പേരെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? Okay. So we were discussing about articles. Articles കഴിഞ്ഞ ശേഷം അതിന്റെ കണക്ഷൻ ആയിട്ട് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. അത് കോൺകോർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. കോൺകോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റും വെർബും തമ്മിൽ there is an agreement, ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനി അതിന്റെ ബാലൻസ് ഉള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ പരീക്ഷയുടെ തീയതി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? യെസ്. ഓക്കെ ഓക്കെ. എന്താണ് സ്മിത ജെറോം, വാട്ട് യു ആർ ഗോയിങ് ടു സ്പീക്ക്? സാർ ഒരു ഒപ്പീനിയൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. കുറച്ചുകൂടെ ഇത് എന്താ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു. മോക്ക് ടെസ്റ്റിലൊക്കെ നമുക്ക് ഇപ്പോഴാ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രമാണ് ഒരു 2 ക്വസ്റ്റ്യൻസ് കിട്ടിയത്. 3 ചാപ്റ്റർ വൈസ് ആയിട്ട്. അതിന് മുമ്പ് ഒന്നും നമ്മൾ കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് ഒരു പാസേജ് മാത്രം തന്നിട്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഗ്രാമർ ബേസിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റുകളൊന്നും ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖീകരിച്ചിട്ടില്ലെന്നുള്ളതാണ്. അതായത് ചാപ്റ്റർ ബേസ് ആയിട്ട് വരുന്നതാ. ചാപ്റ്റർ ബേസ് ആയിട്ട് വരുന്ന ഒരു പ്രാക്ടിക്കൽ. ഇത് കഴിഞ്ഞതിന് ശേഷം എക്സാമിനേഷൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സാധനം തുടങ്ങുന്നുണ്ട്. എക്സാമിനേഷൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഞാൻ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അകത്ത് അത് തന്നെയാണ് നമ്മളിത് ചെയ്ത് പോണത്. അത് വെറുതെ തരികയല്ല, ഓരോ നമ്മൾ ചെയ്ത് പോണം. യെസ്. ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഓർഡറിലല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് പഠിപ്പിച്ചു ചാപ്റ്റർ ബേസ്ഡ് നമുക്ക് ഓർഡറിലല്ല പഠിപ്പിച്ചു വന്നേക്കുന്നത്. അതായത് ഫ്രേസൽ വെർബിനെ കുറിച്ച് തന്നിട്ടുണ്ട്, പ്രിപ്പോസിഷനെ കുറിച്ച് തന്നിട്ടുണ്ട്, പാർട്ടിസിപ്പിൾ കുറിച്ച് തന്നിട്ടുണ്ട്. അത്രയും തന്നിട്ടില്ലേ? അത്രയൊക്കെ മതിയോ? നമുക്കിതിപ്പോ ഞങ്ങൾക്ക് തന്ന PDF വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചാപ്റ്റർ ബേസ്ഡ് വരുമ്പം ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ജമ്പ് ചെയ്ത് പോയ പോലെയാണ് അടുത്ത വേറെ പാർട്ടിലോട്ട് പോയേക്കുന്നത്. ഒന്നും ക്ലിയർ ആവണില്ല. ക്ലിയർ ആണോ സർ? കേൾക്കാമോ? നമുക്ക് ആദ്യം ഫസ്റ്റ് എടുത്ത നാസ്മിയ മാം എടുത്ത പിന്നെ ഓർഡറിലാണ് വന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറെ പോർഷൻസ് ഒന്നും നമുക്ക് എടുത്തിട്ടില്ല. പിന്നെ ജമ്പ് ചെയ്തിട്ടാണ് ചാപ്റ്റർ വൈസ് പോയേക്കുന്നത്. അപ്പൊ ആ ഇടയ്ക്കുള്ള പോർഷൻ ഒന്നും വേണ്ടാത്തതാണോ? ഇടയ്ക്കുള്ള പോർഷൻ വേണ്ടാത്തതല്ല, അങ്ങോട്ട് നമ്മൾ എത്തും. നമ്മളിപ്പോ ഒരു സാധനം ഞാൻ എടുക്കുന്നത് ഇപ്പൊ നമ്മ യൂണിറ്റ് 16 എടുത്ത് 13 എടുത്ത് 13, 10, 12, 5
സാർ 5 എടുത്തുകൊണ്ടിരിക്കുന്നത്. പഴയ ടീച്ചർ നിങ്ങളോട് എടുത്തു എന്ന് എന്നോട് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 1, 2, 3, 1, 2, 3, 6, 7. 6, 7. 7. അതെ. 1, 2, 3, 6, 7 അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കും. ബാക്കിയുള്ളതാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്തതിന് ശേഷം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം എടുത്തിട്ട് വേറൊരു ചാപ്റ്റർ ജമ്പ് ചെയ്ത് പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ആ പ്രോബ്ലം മനസ്സിലായോ? അല്ലാണ്ട് ജമ്പ് ചെയ്ത് പോകുന്നത്. യെസ്. പിന്നെ നമുക്ക് പരീക്ഷ വന്നു കഴിയുമ്പോൾ അതിന് ഒരു എക്സാമിനേഷൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സംഗതി ഞാൻ എന്റെ മനസ്സിൽ അതുണ്ട്. അപ്പൊ അത് നമ്മൾ എടുക്കും. അത് എടുത്തു കഴിയുമ്പോൾ നേരത്തുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറയും. അത് നമ്മള് നിങ്ങൾക്ക് വെറുതെ നോട്ട് തരല്ല, അത് നമ്മൾ ചെയ്ത് പോകാം. അതാ ചെയ്യുന്ന കാര്യം സാറി പറഞ്ഞത്. ഓക്കെ ഡോണ്ട് വറി സ്മിത, ഡോണ്ട് വറി, ബി ഹാപ്പി. കാരണം നമുക്ക് മോക്ക് ടെസ്റ്റുകളൊന്നും അധികം നമുക്ക് ഇംഗ്ലീഷിന്റെ ഇതുവരെ കിട്ടിയിട്ടില്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നതും, പക്ഷെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവാ. ഇംഗ്ലീഷായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. സത്യം പറയാം, നമ്മൾ തുറന്നു പറയുന്നത് നമ്മള് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, പറയാൻ ശ്രമിക്കുമ്പോ പ്രധാനപ്പെട്ട പ്രത്യേകത ഉള്ളത് നിങ്ങള് പറയാതെ, അതായത് നിങ്ങളുടെ എല്ലാവരും സംസാരിക്കാണ്ട് ഇതിനകത്ത് നമുക്ക് വേറെ യാതൊരു അത് തെറ്റുപറ്റും പറഞ്ഞു, വീണ്ടും തെറ്റുപറ്റും പറഞ്ഞു, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതല്ലാതെ നമുക്ക് ഇതിനകത്ത് വേറെ അപ്പൊ അത് പറയാനായിട്ടുള്ള ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ? പറഞ്ഞോളൂ. പരാതിയല്ല കേട്ടോ, കംപ്ലൈന്റ് പറഞ്ഞല്ലേ. മനസ്സിൽ തോന്നിയ ഒരു ആശങ്ക സാറോട് പറയണമെന്ന് തോന്നി, ഇത്രയേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ പരീക്ഷ ഒന്ന് പാസ്സായി കിട്ടണം, അത് ബുദ്ധിമുട്ടോട് പറഞ്ഞതാണ് അല്ലേ? കാരണം നമ്മൾ എക്സാം വരുമ്പോഴത്തേക്ക് അതിന്റെ മുന്നിൽ നമ്മളില്ല പ്രതിസന്ധിയിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു അവസരം വരരുതല്ലോ. അതാണ് കാരണം നമുക്ക് ഇതിന് ചാൻസ് ഇല്ല. ഞങ്ങളൊക്കെ കുറച്ച് ഏജ് ഒക്കെ ആയവരാ. ഇനിയും പരീക്ഷയ്ക്ക് വേണ്ടി പിന്നെയും പ്രിപ്പയർ ചെയ്ത് പിന്നെയും പഠിച്ച് എഴുതാനുള്ള ചാൻസ് ഒക്കെ ഇപ്പൊ കിട്ടുന്ന ചാൻസ് അങ്ങോട്ട് ഉപയോഗിച്ചോണം. അപ്പൊ കിട്ടുന്ന സമയം ആ മനസ്സിൽ തോന്നുന്ന ആശങ്ക സാറിന് ഉള്ളവരോടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഞാൻ കരുതി പറഞ്ഞാൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അത് വളരെ ഈസി ആയിട്ട് പാസ്സാക്കും. അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രഖ്യാപിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു എക്സാമിനേഷൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി നമ്മളായിട്ട് ആരംഭിക്കും. ഇപ്പോ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അതേ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും, അല്ലാതെ ചോദ്യങ്ങളൊന്നും വരില്ല. ഡൗട്ട് വരും. അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കില്ല. സ്മിതയുടെ ആ പഠിക്കാനായിട്ടുള്ള ആ ആത്മാർത്ഥതയും ആ ഇഷ്ടത്തെയും ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, എനിക്കത് പണ്ട് ലാംഗ്വേജ് കൈവരുതിയിലാക്കണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. അത് ആഗ്രഹമല്ല, അതെന്റെ ഒരു ലക്ഷ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് എനിക്ക് നന്നായിട്ട് എടുത്ത് അമ്മാനമാടുന്ന നിലയിലൊന്നും കൊണ്ടെത്തിക്കാൻ എന്തൊക്കെ പരിശ്രമം ചെയ്യാമോ അതെല്ലാം ചെയ്യണമെന്ന് ഞാൻ പല വഴിയും നോക്കി. ഇവിടെ ഇംഗ്ലീഷ് പത്രമൊക്കെ ഞാൻ നാട്ടുകാർക്ക് ഉറക്കെ വായിച്ചിട്ടുണ്ട്. അവര് വിചാരിക്കും എനിക്ക് പറ്റാറുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും കണക്ക് കൂട്ടുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഉറക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വായിച്ച് ഇങ്ങനെ പോകും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വീണ് കിട്ടിയാലോ എന്നൊക്കെ ഉള്ളതാണ് അല്ലാതെ എന്തോ ചെയ്യാൻ. Okay, Smita, don't worry, be happy. Smita, where are you coming from? Kollam. You are coming from Kollam. Which is your favorite color? Black. Black is a sorrowful color. Why did you like black? Why don't you like white? I don't think black is sad. Sadness. But you always want to be sad. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല സർ. എനിക്കത് ഇഷ്ടപ്പെട്ട നിറമായതുകൊണ്ട്. Also that make you sad. Yes. Okay. ഇല്ല. Okay. Don't worry. I ask you. Okay. Have you ever tried yoga? Yes. Yes or no? Yes. ശബ്ദത്തിൽ പറഞ്ഞോട്ടെ, കേൾക്കുന്നില്ല. Are you good at dancing? No.
Yes. What you want to do after your lunch break? ക്ലിയർ ആയില്ല സാർ What ഒന്നുകൂടെ. do you like to do after your lunch? After your lunch break? Yes. അതായത് ലഞ്ച് ബ്രേക്ക് ഇഷ്ടപ്പെടുന്ന സമയമാണോ സാറ് ചോദിച്ചത്? English പറയൂ, തെറ്റിക്കോട്ടെ. No problem. അല്ല, ലഞ്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയമാണോ സാറ് ചോദിച്ചത്? അതിന്റെ മലയാളം. അതിന്റെ ഓക്കെ, ലഞ്ചിന് ശേഷമുള്ള എന്താ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. Yes. റീഡിങ്. Reading. Which type of books you read, Smita? ഇംഗ്ലീഷ്, പിന്നെ കോമിക് ബുക്ക്, സ്റ്റോറി ബുക്ക്, Story. പിന്നെ Okay. ലൈബ്രറി ബുക്ക്. Which book you are reading now? Now, presently, which book you are reading now? ഒന്നുകൂടെ സാർ റിപ്പീറ്റ്. ഒക്കെ പറയൂ, കേട്ടില്ല. സാർ ഒന്നുകൂടെ പറയൂ ചേച്ചി. Which book is now reading? ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? ഇപ്പം നൗ ഐ ആം റീഡിങ് മലയാളം ബുക്ക് പെരുമ്പടവ് ശ്രീധരൻ, ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവ് ശ്രീധരൻ ഒരു സങ്കീർത്തനം പോലെ. ദസ്തവേവ്സ്കി, റഷ്യൻ നോവലിസ്റ്റ് ദസ്തവേവ്സ്കി ആൻഡ് ദ ക്യാരക്ടർ Anna Dostoevsky. Very good. I appreciate you. Very good. Do you like which do you prefer, tea or coffee? Tea. You prefer tea. Yes. Where is your nearest coffee shop? Where is your nearest coffee shop? Cake World Restaurant near house. അതെ, ക്ലിയർ ആവണില്ല, ലെജിബിൾ ആവണില്ല. പറയുന്ന ഒരു മുഴക്കം പോലെയാണ് കേൾക്കുന്നത്, ഒരു ലെജിബിൾ ആവുന്നില്ല. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു നോക്കിയാൽ, വേർ ഈസ് യുവർ നിയറസ്റ്റ് കോഫി ഷോപ്പ്? Cake World Restaurant. The distance between your house and the restaurant, approximately 2 kilometers. 2 kilometers. How often do you visit your father and mother? My father and mother is How often do you visit your father and mother? My father and mother passed away. Passed away. Okay. Very good. I don't know the reality. Okay. The next question is, what is your favorite childhood memory? What is your favorite childhood memory? My childhood memory is also connected with the school time. Yes. Any unforgettable incident? Unforgettable incidents, lot of. No incident. Yes, to പറയണമെങ്കിൽ ഇൻസിഡന്റ് പറയേണ്ടി വരും. അപ്പൊ എന്റെ പേര് നോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ ലക്ഷ്മിത. അതില്ലാത്തവരായിട്ട് ആരും കാണത്തില്ലായിരിക്കും. അല്ല, അത് നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് പറയാനൊരു ചാൻസ് കിട്ടിയത്. അപ്പൊ യെസ് തന്നെ പറഞ്ഞേക്കാം, ഒരെണ്ണുണ്ടാക്കാം. അതാണ് പറയാനായിട്ടുള്ള ആ ഒരു ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. വെരി ഗുഡ്. യെസ്. What is your biggest fear? What is your biggest fear? സ്മിത പോയാ? ഇല്ല, പോയില്ല സാർ. ഫിയർ എന്ന് പറഞ്ഞ പേടി. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പേടി എന്താണ്? പേടി. I am the fear. ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ പേടി. അല്ലേ? ഞാനത് ചിലപ്പോ ഒരു സംഗതിയിൽ മുകളിലേക്ക് കയറുന്നത്, സ്റ്റൂഡിന്റെ മുകളിൽ, അത് പേടിയായിരിക്കും. താഴെ എന്നുള്ള പരിപാടിയായിരിക്കും. ചിലർക്ക് വെള്ളത്തിൽ പേടിയായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ആ രീതിയിലുള്ള വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? അങ്ങനെ അതിനോടൊന്നും വലിയ ഭയമില്ല സാർ. മുങ്ങിപ്പോയാൽ നീന്തൽ അറിയത്തില്ല, മുങ്ങി ചാവും, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ പേടിക്കുന്നതിന്റെ ഉള്ളിനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നെ തന്നെയാണ് പേടിയത്. അങ്ങനെ പുറം. My mind and
my mind and thought is relatively variable. My mind Hour and to thought hour. relatively Relatively change it to hour to hour. hour to hour. Okay. Yeah, yes. Yes. That is why you are fearing yourself. Am I right? Yes. Okay. അപ്പൊ സ്മിത, ഇതുപോലെ Yes, നിങ്ങൾ sir. ഈ ഗ്രൂപ്പ് ഉണ്ടല്ലേ, ഈ 25 പേര് 36 പേരുണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കാം. വീട്ടില് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു അവർക്ക് വായിക്കുകയും ചെയ്യുക, പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കി കഴിയുമ്പോൾ കറക്റ്റ് ആവും. യെസ്, സ്മിതയ്ക്ക് അതിന് സാധിക്കും. ഡെവലപ്മെന്റ് ഉണ്ട്. ഡോണ്ട് വറി, ബി ഹാപ്പി. I will try level best. I will try my level best, sir. അതെ, സൗണ്ട് പറ, ക്ലിയർ കേൾക്കുന്നില്ല. I will try my level best. ആ, ഇപ്പൊ ശരിയായി. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വാക്ക് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് സംസാരിക്കണേ. അത് ഞാൻ എല്ലാവരോടും കൂടി പറയുന്നു. നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമുകളിൽ ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മറുപടി പറയുന്നു. അപ്പൊ സ്മിതയും എന്ത് ചെയ്യണം, ഇവരോട് ചോദിക്കാൻ പറ്റിയ 2-3 ചോദ്യങ്ങൾ സംഘടിപ്പിച്ച് വെക്കണം. അപ്പോ അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അതും ഒരു പ്രാക്ടീസ് ആവും. ഇറ്റ് വിൽ ബി എ പ്രാക്ടീസ്. അപ്പോ ഞാൻ എടുത്തതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ വൈസിൽ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് തന്നിട്ടില്ലേ. ഇനിയിപ്പോ നമ്മള് തരാനുള്ളത് ഈ ആർട്ടിക്കിളിന്റെ മാത്രമല്ലേ ഉള്ളൂ. പാർട്ടിസിപ്പിൾ വരെ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ശരി. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൺകോഡിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ്, അതിനോടൊപ്പം തന്നെ വെർബും തമ്മിൽ കണക്ഷൻ ബിറ്റ്വീൻ സബ്ജക്ട് ആൻഡ് വെർബ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ സിംഗുലർ വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ പറഞ്ഞു ബ്രെഡ് ആൻഡ് വൈൻ, സോഡ ആൻഡ് ബ്രാൻഡി ആൻഡ് സോഡ, സ്ലോ ആൻഡ് സ്റ്റഡി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതൊക്കെ നമുക്ക് 2 എണ്ണമായിട്ട് തോന്നുമെങ്കിലും ഇതെല്ലാം സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ആം ഐ റൈറ്റ്? ശരിയല്ലേ? യെസ്. ഓക്കെ സുധ, ഷാഹ. ഓക്കെ. ഇനി അതിന് ബാലൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇംഗ്ലീഷിൽ ഒരു യൂസേജ് ആണ് ഐദർ ഓർ, EITHER, ഐദർ, പിന്നെ കുറച്ച് ഡോട്ട് ഇട്ടിട്ട് ഓർ, ഐദർ ഓർ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ മറ്റത് എന്ന അർത്ഥത്തിലാണ് ഐദർ ഓർ ഉപയോഗിക്കുക. EITHER, ഐദർ, 2-3 കുത്തിടുക, അത് കഴിഞ്ഞതിന് ശേഷം ഓർ നൽകുക, OR, ഓർ, അല്ലെങ്കിൽ. ഓക്കെ, ഞാൻ സെന്റൻസ് പറയാം. ഇഫ് യു ഗോ സൂൺ, നീ വേഗത്തിൽ പോവുകയാണെങ്കിൽ, യു വിൽ ഗെറ്റ്, നിനക്ക് കിട്ടും, ഐദർ ബസ് ഓർ ട്രെയിൻ, ഒന്നുകിൽ ബസ് കിട്ടും അല്ലെങ്കിൽ ട്രെയിൻ കിട്ടും. യു ക്യാൻ സീ ഐദർ മൈ ഫാദർ ഓർ മൈ മദർ, നിനക്ക് ഒന്നുകിൽ എൻ്റെ അമ്മയെ കാണാൻ കഴിയും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കാണാൻ കഴിയും. ഉണ്ടോ? അങ്ങനെ ഐദർ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത്. അപ്പൊ ഐദർ കഴിഞ്ഞിട്ട് ഒരു പേര് പറയും, ഓർ കഴിഞ്ഞിട്ട് അടുത്തത് പറയും. ഐദർ ബസ് ഓർ ട്രെയിൻ, ഐദർ ഫാദർ ഓർ മദർ, ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ. യെസ്, ഐദർ ടീ ഓർ കോഫി, ഒന്നുകിൽ ചായ അല്ലെങ്കിൽ എന്താണ് കോഫി. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് ഐദർ ഓർ എന്ന് പറയുന്ന സെന്റൻസുകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന വെർബ് ഏത് രീതിയിലായിരിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ഐദർ ഓർ വെച്ചിട്ടുള്ള വാചകം ഉണ്ടാവും, പിന്നെ ആ വെർബ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഒരു ഡാഷ് ഉണ്ടാവും, ആ ഡാഷ് ഇട്ട സ്ഥലത്ത് പൂരിപ്പിക്കേണ്ട 3 വെർബുകൾ അടിയിൽ കൊണ്ടുണ്ടാവും. അപ്പൊ ഐദർ ഓർ വരുമ്പോ എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സൈഡില് ഒരു ഹെഡിങ് ആയിട്ട് ഐദർ ഓർ എഴുതിയിട്ട് ഒരു വര വരയ്ക്കും. EITHER, ഐദർ ഓർ. യെസ്,
ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഒരു വാചകം അതിന്റെ അടിയിൽ എഴുതുക. നോക്കി, either EITHER, either your uncles, 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 or your father dash come, COME, come. ഒന്നുകൂടി പറയാം. Either your uncles or your father dash come, ബ്രാക്കറ്റിൽ has, has, comma, have, have. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഹാസും വന്നിട്ടുണ്ട്, ഹാവും വന്നിട്ടുണ്ട്. അപ്പൊ ജാൻസി അത് വായിച്ചേ വാചകം. either your uncle or your father has come. സോറി അങ്കിൾ അല്ല, അങ്കിൾസ് ആണ്, പ്ലൂറൽ ആണ്. UNCLES, അങ്കിൾസ് ആണ് കേട്ടോ. either your uncles or your father has come. ഒന്നുകിൽ നിന്റെ അമ്മാവന്മാരോ അല്ലെങ്കിൽ നിന്റെ അച്ഛനോ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് മതി, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വേണം. അപ്പൊ നമുക്കറിയേണ്ടത് ജാൻസി ഇവിടെ ഹാസ് വേണോ ഹാവ് വേണോ എന്നാണ്. ജാൻസിയുടെ ഒരു നോട്ടത്തില് എന്താ വേണ്ടേ? സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറലാ, അതുകൊണ്ട് ഹാവ് ചേർക്കണം. പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഹാവ് ചേർക്കണമെന്നാണ് ജാൻസി പറയുന്നത്. ഓക്കെ, ജാൻസിയുടെ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആർക്കെങ്കിലും ഉണ്ടോ? അഖില പറയുന്നു ഹാസ് മതി എന്ന് പറയുന്നു. യെസ്. ഇനി അപ്പോ ജാൻസി ഹാവിനെ പിടിച്ചിട്ടുണ്ട്, അഖില ഹാസിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവര് ആരുടെ കൂടെ ചേരുന്നത് പറഞ്ഞാൽ മതി. അപ്പോ വിനീത ഹാസിലാണ് പറയുന്നത്. രണ്ടുപേര് ഹാസായി. ഇനി ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേര് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മനസ്സിൽ സജനയും പറയുന്നു ഹാസ് ആണ്. ഓക്കെ മോളി അല്ലെ, അതും പറയുന്നു ഹാസ് ആണെന്ന്. രമ്യ പറയുന്നു ഹാസ് ആണെന്ന്. ജാൻസിക്ക് എന്തായാലും കൂട്ടില്ലാത്ത. തസ്രീഫ പറയുന്നു ഹാസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ കുറച്ചു പേരൊന്നും പറഞ്ഞിട്ടില്ല. ആ കുറച്ചു പേരൊന്നും പറയാത്തവര് കുറച്ചു പേര് ജാൻസിയുടെ കൂടെ ആയിരിക്കും, കുറച്ചു പേര് അഖിലയുടെ കൂടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സ്മിത സ്മിത എന്ത് പറയുന്നു? ഹാസ് വേണോ ഹാവ് വേണോ? ഹാവ് വേണം. അപ്പൊ എന്താ പിന്നെ ജാൻസിനൊപ്പം ചേരാൻ? എന്തുകൊണ്ടാണ് സ്മിത അവിടെ ഹാസ് പറയാൻ കാരണം? അങ്കിൾസ് എന്നുള്ളത് കാണുമ്പോ പ്ലൂറൽ ആണെന്ന് തോന്നുമെങ്കിലും ഇവിടെ അങ്ങനെ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നി അല്ലെ? എന്തെങ്കിലും ഉടായ്പ അതിനകത്ത് കാണുമെന്ന് വിചാരിച്ചു അല്ലെ? അതെ. മനസ്സിലാക്കിയിട്ട് പറഞ്ഞതല്ല സ്മിത. സ്മിത അങ്ങോട്ട് തട്ടി, ഒത്ത് ഇല്ലെങ്കിൽ പോയി അല്ലേ? ഓക്കെ. നമുക്ക് ഈ ഒത്ത് എന്നുള്ള വേണ്ട, നമുക്ക് കറക്റ്റ് നിയമത്തിലൂടെ പോകാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒന്നുകിൽ അമ്മാവന്മാര്, അപ്പൊ പ്ലൂറലല്ലേ, അമ്മാവൻ അല്ലെ, ഒരമ്മാവനല്ലേ, അങ്കിൾസ് എന്ന് പറഞ്ഞെങ്കിൽ, ഓ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ. അപ്പൊ ഇവിടെ ഐദർ ഓർ എന്ന് പറയുന്ന വേർഡ് വന്നു കഴിയുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, ഓർ എന്ന് പറയുന്ന ആ വേർഡിന് ശേഷം വരുന്ന സബ്ജക്റ്റ്, അതാണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഓറിന് ശേഷം വരുന്നത് നോക്കിയേ, ഇവിടെ ഓറ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? യുവർ ഫാദർ, നിന്റെ അച്ഛൻ. അപ്പൊ യുവർ ഫാദർ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളുണ്ട് ഇവിടെ. അപ്പൊ അവിടെ എന്ത് മതി? ഹാസ് മതി. അതുകൊണ്ട് ജാൻസി ഹാവ് അല്ല
ഹാസ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ഐദർ ഓർ വരുന്ന വാചകങ്ങളിൽ ഓർ കഴിഞ്ഞിട്ട് വരുന്നതായി സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കണം. അതുകൊണ്ടാണ് അവിടെ ഹാസ് വരാൻ കാരണം. ഇനി ഈ വാചകം തല തിരിച്ചെന്ന് വിചാരിക്കും. ഐദർ യുവർ ഫാദർ ഓർ യുവർ അങ്കിൾസ്. എങ്ങനെയായിരുന്നു അവിടെ എന്ത് വന്നേനെ? ഓക്കെ, മനസ്സിലായി. അപ്പോഴാണെങ്കിൽ ഹാവ് വരത്തുള്ളൂ. ആക്ച്വലി ഞാൻ ആദ്യം ഫാദർ എന്ന് വന്നപ്പോ ഹാസ് ഉപയോഗിച്ചത്. പക്ഷെ സാറ് പറഞ്ഞില്ല അങ്കിൾസ് എന്ന് എടുത്ത് പറഞ്ഞപ്പോ എനിക്ക് നേരെ തിരിഞ്ഞ് അങ്കിൾസ് പ്ലൂറൽ അല്ലേ, അങ്ങനെയാണ് ഞാൻ ഹാവ് പറഞ്ഞത്. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞതാണ്. അതെ, കറക്റ്റ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഞാൻ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് എന്ന് പറഞ്ഞു. സാർ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ടാണ് അത്. അതെ, ഫാദർ വന്നപ്പോ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഹാസ് വന്നെന്ന് മനസ്സിലായി. അപ്പൊ ഇനി അപ്പൊ ജാൻസി ഒരു കാരണവശാലും മറന്നു പോവില്ല. ഇല്ല, ഒരിക്കലും മറക്കത്തില്ല. ഒരു കാരണവശാലും മറക്കില്ല. ജാൻസിക്ക് ഇത് ഓർമ്മയുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതായിരിക്കും വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഐദർ യുവർ അങ്കിൾസ് ഓർ യുവർ ഫാദർ ഹാസ് കം. ഇനി അതിന്റെ അടിയിൽ ആ വാചകം നമുക്കൊന്ന് മറിച്ചിടാം. എഴുതിക്കോ, രണ്ടാമത്തെ വാചകം എഴുതിക്കോ. ഐദർ യുവർ ഫാദർ or your uncles, UNCLES, uncles dash come, COME, come. ഓക്കെ, ബ്രാക്കറ്റില് ഹാസും കൊടുക്കുക, ഹാവും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഓറ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ഏതാണ്? അങ്കിൾസ് എന്നല്ലേ? ഓക്കെ. അപ്പൊ അവിടെ എന്ത് വരും? ഓക്കെ, ശരിയാണ്. പറഞ്ഞത് ശരിയാണ്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഓക്കെ. മോളി പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ. ഹാവ് വരും. അമ്പിളി പറഞ്ഞത് കറക്റ്റ് ആണ്. ശാന്തി ബാലകൃഷ്ണൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. അപ്പോ ഈ നമ്മൾ സമയക്കുറവുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ഐദർ ഓറിൽ ഓറിന് ശേഷം വരുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ തന്നെ നെഗറ്റീവായ വേറൊരു വേർഡ് ഉണ്ട്. അതാണ് നൈദർ നോ. NEITHER, നൈദർ. ഒന്ന് രണ്ട് കുത്തിടുക. നോ, നൈദർ നോ. നോക്കുക, നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈദറിന്റെ ഫസ്റ്റ് ലെറ്റർ N അല്ലേ, നോറിന്റെയും ഫസ്റ്റ് ലെറ്റർ N അല്ലേ. അപ്പൊ അത് വെച്ച് ആലോചിച്ച് വെച്ചാൽ മതി. നെഗറ്റീവ് ആണ്, ഇല്ലാന്ന് അർത്ഥമാണ്. ഐദർ ആണെങ്കിൽ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്. നൈദർ ആവുമ്പോ അതുമില്ല ഇതുമില്ല. നോക്കിയേ, യു വിൽ ഗെറ്റ് നൈദർ ബസ് നോർ ട്രെയിൻ. നിനക്ക് ബസ്സും കിട്ടൂല, ട്രെയിനും കിട്ടൂല. കേട്ടാ, നൈദർ വന്നു കഴിഞ്ഞാൽ രണ്ടും ഇല്ലെന്നാണ് അർത്ഥം. അപ്പൊ നൈദർ നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് വാചകമാണ്. അപ്പൊ ഐദർ ഓർ എന്ന് പറയുന്ന വാചകം നമ്മൾ പരിഗണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓറിന് ശേഷം വരുന്നതാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ നൈദർ നോർ വെച്ച് നമുക്കൊരു വാചകം എഴുതാം. എഴുതിക്കും. നൈദർ, NEITHER, നൈദർ the teacher, nor the students, STUDENTS, students dash come, COME, come. ഒന്നുകൂടി വായിക്കാം. Neither the teacher nor the students dash come. ബ്രാക്കറ്റിൽ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് ആൻഡ് ഹാവ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കുക. അത് ഞാൻ സത്യം നിങ്ങൾക്ക് അറിയാമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹാസ് എന്നും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്നും വരും. അത് നിങ്ങൾ ഓർത്ത് ഇഷ്ടമുള്ള പൂരിപ്പിച്ചു. മുമ്പത്തെ പോലെയാണ്, സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ് വരുമോ? ഓക്കെ.
അപ്പൊ ജാൻസി അങ്ങനെ ചിന്തിച്ചില്ലേ, അത് തന്നെ വളരെ നല്ലൊരു പോയിന്റാണ്, നല്ലൊരു ഉദാത്തമായ മാതൃകയാണ്. നേരത്തെ ഇതുപോലെ ഇത് ഇങ്ങനെയൊക്കെ വരാമല്ലോ എന്ന് ചിന്തിച്ചില്ലേ. ഓക്കെ, വെരി ഗുഡ് ജാൻസി. ജാൻസി പറഞ്ഞത് കറക്റ്റ്. അതായത് ഓറ് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ നൈദർ നോറില് നോറിന് ശേഷം വരുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ, നൈദർ ദ ടീച്ചർ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരാളോട്. നോർ കഴിഞ്ഞതിന് ശേഷം വന്നേക്കുന്നത് സ്റ്റുഡൻസ്, STUDENTS. അത് പ്ലൂറൽ അല്ലേ. അപ്പൊ നോറിന് ശേഷം വരുന്ന പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ എന്ത് വരും? നേരത്തെ ഇവിടെ ചില എഴുതി കാണിച്ചതുപോലെ have വരും. യെസ്, have present. യെസ്. ഇനി ഈ സെന്റൻസ് നമ്മളിത് മറിച്ചിടുകയാണ്, ഒന്ന് തിരിച്ചു എഴുതാം നമുക്ക്. ഓക്കെ, അതൊന്ന് എഴുതിക്കും, ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ വാചകം neither, NEITHER, neither the students, nor the teacher dash come dash. ഓക്കെ ജാൻസി, അവിടെ എന്ത് വരും? അപ്പൊ ജോബി ജോസ് മോളി കറക്റ്റ് ആണ് പറഞ്ഞത്. നോറ് കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ടീച്ചർ എന്നല്ലേ? ഗീത കറക്റ്റ് ആണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? ഒരാളെ ഉള്ളൂ. അപ്പൊ അവിടെ എന്ത് വരും? ഹാസ് വരും. വിനീത കറക്റ്റ് ആണ്, ഹാസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന്റെ അകത്ത് വേറൊരു സംഗതി കൂടിയുണ്ട്. നോക്കി എഴുതിക്കോളൂ. മൈ, അടുത്തായിട്ട് മൈ ബ്രദേഴ്സ്, BROTHERS, brothers, as well as, yes, as well, WEW, brothers, സഹോദരന്മാർ, my brothers, as well as my sister dash passed, PASSED, passed the examination. Dash passed the examination. അപ്പൊ മോളി പറയുന്നു ഹാസ് എന്ന് പറയുന്നു. യെസ്. ജാൻസി എന്ന് പറയുന്നു ഹാസ് എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ഹാവ് എന്ന് പറയാൻ താല്പര്യം? അഖില പറയുന്നു ഹാസ് എന്ന് പറയുന്നു. യെസ്. ഓക്കെ. അപ്പൊ ഹാവ് ആർക്കും ഇല്ല അല്ലേ? ആരും ഹാവ് പറയാനില്ല. സ്മിത എന്ത് പറയണം? ഹാസ് വേണോ ഹാവ് വേണോ? നിഷ ഹാസ് ആണ്. എനിക്കിവിടെ ആസ്വെല്ലാസ് വന്നതുകൊണ്ട് ഹാവായിട്ടാ തോന്നുന്നു. ഉറക്കെ പറയൂ, ലെജിബിൾ ആയില്ല, ഒന്നുകൂടി. ഓക്കെ. ആസ്വെല്ലാസ് എന്ന് വന്നതുകൊണ്ട് അതിന്റെ തൊട്ട് മുൻപുള്ള പിന്നെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന ബ്രദേഴ്സ് എന്നാ, അതുകൊണ്ട് ഹാവ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. കൊച്ചുറാണി പറയുന്നത് ഹാവ് ആണ്. യെസ്. നോക്കിയേ, ഇവിടെ നോക്കി ആ സെന്റൻസ് നോക്കിയേ. മൈ ബ്രദേഴ്സ്, എന്റെ സഹോദരന്മാർ, ആസ് വെൽ ആസ് നിർത്തുന്ന അതുപോലെ തന്നെ എന്റെ സിസ്റ്റർ, മൈ സിസ്റ്റർ. അപ്പൊ ആസ് വെൽ ആസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ അതിന് മുമ്പുള്ള സബ്ജക്റ്റ് പരിഗണിക്കാവൂ. ഓറ് കഴിഞ്ഞിട്ടും നോറ് കഴിഞ്ഞിട്ടും അതിന് ശേഷമുള്ളതാണെങ്കിൽ, ആസ് വെൽ ആസ് ആണെങ്കിൽ അതിന് മുമ്പുള്ളത് പരിഗണിക്കാവൂ. സ്മിത, യു ആർ എ ജീനിയസ്. ഓക്കെ, കറക്റ്റ് ആണ് സ്മിത പറഞ്ഞ ആൻസർ. ഓക്കെ, ഇതാണോ എന്നിട്ടാണോ സ്മിതക്കൊന്നും അറിയപ്പെടില്ല എന്ന് പറയുന്നത്? യെസ്. ഓക്കെ, മൈ ബ്രദേഴ്സ്, അവിടെ പ്ലൂറലാണ്. അതുപോലെ തന്നെ എന്റെ സഹോദരി, അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതിനാണ് പ്രാധാന്യം. അപ്പോ അവിടെ ഈ സെന്റൻസ് തിരിച്ചെഴുതെങ്കിൽ
ആസ് ഒന്ന് ആദ്യ സിസ്റ്ററും അത് കഴിഞ്ഞതിന് ശേഷം മൈ ബ്രദേഴ്സും ആണെങ്കിൽ വ്യത്യാസം വന്നേ. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, ആസ് വെൽ ആസ് ഉണ്ടെങ്കിൽ ആസ് വെൽ ആസിന് മുമ്പുള്ള വാചകം സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ മൈ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ എന്താ പറയുക, ഹാവ് പാസ്ഡ്. ഇതാണ് കറക്റ്റ്. അറിയാൻ പാടില്ലാത്തവര് സൈഡിൽ ഒന്ന് എഴുതിയിട്ടേക്ക്. ആസ് വെൽ ആസ് വരുമ്പോ ആദ്യത്തെ സബ്ജക്ട് നോക്കണം. ഓക്കെ 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 ഇനി ഇത് തന്നെ ഒന്ന് മറിച്ചും കൂടി എഴുതിയിട്ടേക്കാം. രണ്ടാമത്തെ വാചകമായിട്ട് എഴുതുക. മൈ സിസ്റ്റർ as well as my brothers dash passed the examination. Okay, Joby Jose, correct ആണ്. Yes, Agila correct ആണ്. Okay, correct ആണ്. Yes, okay. Yes, okay. Very good. Yes, അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതേ മോഡലായിരിക്കും ചോദ്യം വരുന്നത്. കേട്ട സ്മിത, ഐദോർ വെച്ചിട്ട് വരും, നൈദറിനോട് വെച്ചിട്ട് വരും, ആസ്ട്രലാസ് വെച്ചിട്ട് വരും. അപ്പൊ ആ ഒരു മോഡൽ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, യെസ്. ഞാൻ നിങ്ങൾക്ക് പറയൂ സ്മിത, പറയൂ. യെസ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു വിഷയം പറയുകയാണ്. എന്താണ് മോളി? ഓക്കെ. അപ്പൊ മോളി, മോളി റിയാക്ട് ചെയ്ത് ഒച്ച കേൾക്കുന്നില്ലല്ലോ മോളി? പറയാ സാറേ. ഓക്കെ. ഇപ്പൊ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. How are you? Fine, sir. I am fine, sir. Thank you. Very good. Thank you. Okay. What did you eat for the breakfast? I had my breakfast. Dosha and sambar. Okay. Which is your favorite breakfast? Or what is your favorite breakfast? My favorite breakfast is idiyappam and egg roast. Idiyappam and egg roast. Okay. Very good. Okay. Do you work? No. At home. Okay. Sometimes I go to Lurp. Okay. Are you married? Yes, I am married. It's okay. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. രണ്ട് രീതിയിൽ നമുക്ക് വിവാഹം കഴിക്കാം. ഒന്ന് നമുക്ക് സ്നേഹിച്ച് വിവാഹം കഴിക്കാം, മറ്റു നമുക്ക് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ 2 ആൾട്ടർനേറ്റീവ് മുന്നിൽ വന്നിരിക്കുന്നു. ഐദർ അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ്. എല്ലാവരും 2 വാചകം അതിനെ കുറിച്ച് പറയണം. വിച്ച് യു പ്രിഫർ? ഒരു അടുത്തൊരു തലമുറയിലുള്ള കുട്ടികളോടാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഏത് അവരോട് പറയും, സജസ്റ്റ് ചെയ്യും. വൈ? എന്തുകൊണ്ട്? ഓരോരുത്തരും ഒരു വാചകം വെച്ച് പറയണം. അത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിന് പറയുന്നത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ വിഷയം എടുത്തിട്ട്. ഓക്കെ, വിച്ച് വൺ യു പ്രിഫർ? I prefer arranged marriage. കാരണം I prefer arranged marriage because എന്നൊരു കാരണമാണ് പറഞ്ഞത്. ഒന്നിൽ കൂടുതൽ പറയാൻ പറ്റിയ കുഴപ്പമില്ല, മിനിമം ഒരെണ്ണം. യെസ്. Because 2 families will know each other and boys side and
girl side parents will understanding and will Yes. everything they will before only tell like that kind. We we don't have anything, but we need only girl only like that they will tell. But love marriage is only simple. There is Yes. nothing to tell. If they Yes. married love marriage only nowadays we can see only 1 or 2 months. Then it will Yes. broken. If parents Yes. ask, they will answer nothing. That is Yes. why I prefer arranged marriage. Yes. Okay. Okay. Molly, I appreciate your view. Okay. Ambli. Ambli Saji. Ambli Saji. Yes, sir. What do you prefer? I like arranged marriage You as like well as marriage? love marriage. Yes. പറഞ്ഞോളൂ. I like arranged marriage. Why? Reason why? So it it's ഓരോരുത്തരും ഓരോ not എല്ലാവരും യെസ് English പറയാൻ കിട്ടുന്നില്ല സാർ. ഇംഗ്ലീഷ് Not only നേരത്തെ സ്മിത പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല യെസ് പറഞ്ഞു it's തെറ്റിക്കോട്ടെ not only the joining of two person, but also joining of two families. യെസ് Uh, അപ്പൊ ഒന്നുകൂടി പറയുമെങ്കിൽ ഇൻ അറേഞ്ച്ഡ് മാരേജ് ദർ വിൽ ബി ദ സപ്പോർട്ട് ഓഫ് പാരന്റ്സ് ഓൺ ബോത്ത് സൈഡ് ഇസ് ഇറ്റ് റൈറ്റ് yes, sir. ഓക്കെ ഓക്കെ Right. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അമ്പിളി രമ്യ Thank you, sir. ഓക്കെ രമ്യ രമ്യ പിയ രമ്യ is not responding. Jasis. Okay, 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 Rembia, no problem. Okay, Jasis. Sir, Yes. arranged marriage is Ah, I prefer arranged marriage Ah. because there will be a strong family bond or family support between two families, and if there is any difference of opinion or any problems arise from the family, both families will combine and solve the problem easily. Yes. And if it is love marriage means that both persons only they should solve the problem, and actually they cannot solve the problem in a true way. Yes. So that if it is an arranged marriage means both families, their parents is parents support is very good and great for a successful family life. Okay, okay, okay. വളരെ കൃത്യമായിട്ട് ജാൻസി പറഞ്ഞു. Okay, okay. സ്മിത, വെരി ഗുഡ് ജാൻസി. ജാൻസി നല്ല ചിന്തിച്ചാണ് പറഞ്ഞത്. Okay, സ്മിത, thank you. Yes, sir. Yes, sir. what is your opinion? I will prefer പേടിക്കണ്ട. I will prefer Yes. neither arranged marriage nor love marriage. Both both life is fault and better side. Yes. Yes. Arranged marriage, the problem of arranged marriage is my thought. The understanding time will be very less. But Yes. love marriage time, both understanding, the both persons are understanding. Time is more. Yes. When the arranged marriage, both families are supported. Yes. Any problem faces of our life, we are all supporting surroundings are very more. But
But love marriage, the problem will face for two Yes, persons, as yes. husband and wife only. ഇത്രയൊക്കെ ഉള്ളൂ. Okay. എന്ന് പറയുമ്പോഴത്തേനും സ്മിത told that neither arranged marriage nor ലവ് മാരേജ്. അപ്പൊ വിവാഹമേ വേണ്ട എന്നുള്ള രീതിയിലാണ് സ്മിത പറഞ്ഞു വന്നത് അല്ലേ? യെസ്. അങ്ങനെ രണ്ടിനും അതിൻ്റെതായ മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ആണ് ടൈം അതിൽ കുറവാണ്. ഓക്കെ. നമ്മൾ രണ്ടും പരിഗണിച്ചിട്ട് രണ്ടിലും മെരിറ്റും ഉണ്ട് ഡീമെരിറ്റും ഉണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അത് ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടും ഐ പ്രിഫർ ഇറ്റ്. തമ്മിൽ ഭേദം ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. ഓക്കെ, ഇനി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. I will prefer arranged marriage. You prefer arranged marriage. Okay. Very good. Yes. ഇനി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഓരോരുത്തർ ഓക്കെ ഐ വിൽ സേ മൈ ഒപ്പീനിയൻ എന്ന് വേണ്ടി പറയും. Yes. Your opinion. Yes. Okay. Joby yours. Very good. In love marriage, both are very lovable characters. But in arranged marriage, gradually they are loving each other. In love marriage, maybe they know only the positive side of the partner. But in arranged marriage, they don't know anything to each others. Yes. Then after few months, maybe after few years, they are just to each other. Yes. But in love marriage, sometimes both are fighting. Some too much problems are arising. Yes. But in arranged marriage, the problems will come, but they have support the parents. Yes. Like only. ഇത്രേ ഉള്ളൂ. Okay. All these things we had. Which one you prefer? Okay. Arranged marriage. Okay. Very good. അപ്പൊ ജോബി is on the side of arranged marriage. Okay. ഇനി അടുത്താണ്. Yes. Next. Sir, I am Siji, sir. Okay. സിജി പറഞ്ഞോളൂ സിജി. Sir, I prefer arranged marriage, but in this generation, I think both arrange and love marriage doesn't matter, because only thing the mindset of the both male and female matters. If they Yes, go, okay. if they are adjusting and going, it will be a happy life. If they don't adjust and they go with the ego, then there will be many problems. Okay. അപ്പൊ മൈൻഡ് സെറ്റ് ആണ് പ്രധാനമെന്നാണ് പറഞ്ഞത്. ഓക്കെ. Yes, sir. ജോബി പറഞ്ഞത് ലവ് മാരേജ് we will see only the positive side of the lover, not the negative side of the lover. Okay. Yes. Okay. Next. അടുത്തതാണ്. Who is next? അഖില പറഞ്ഞോളൂ അഖില. My stand is very neutral. I didn't support any side. Yes. The both arranged and love marriage have their own positive and negative sides. Okay. Just like a coin. Yes. Some people's experience love and care from both families. Yes. But some families didn't get that. Yes. It's depend on people's personality, behavior, Yes. like that. Then I take a neutral stand for this. Yes. Thank you, sir. That is all. അപ്പൊ ഒരു ന്യൂട്രൽ ആയിട്ടാണ് അങ്ങനെ നിന്നത്. ഇതിനകത്ത് ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നത് ഇതിനകത്ത് ഏതാണ്? Arranged marriage. അറേഞ്ച്ഡ് മാരേജ്. എല്ലാവരും അറേഞ്ച്ഡ് മാരേജിന്റെ ആളുകളാണ് അല്ലേ? യെസ്. ഹൂ ഈസ് നെക്സ്റ്റ്? ഞാൻ എത്ര പ്രാവശ്യം അത് അടുത്തത് പറഞ്ഞു വരുന്നുണ്ടാണെങ്കിൽ അഭിനീത പറയുന്നു. I prefer arranged marriage because our family will select the best choice of our life. Yes. Any problems coming in our
in our life, we're going to tell our parents and they will solve the problems. Yes. Our happy moments will spend our parents and relatives. Any Yes. financial problems coming that time, support our families. Yes. That's all. Okay. കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ് വിനീത് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, വെരി ഗുഡ്. ഹു ഈസ് നെക്സ്റ്റ്? ഇത്രയും നല്ലൊരു വിഷയം ഞാൻ മുന്നിൽ വെച്ചു. ഓക്കെ ജയശ്രീ, പറയൂ ജയശ്രീ. Actually, there is pros and cons for both marriage, for arranged and love marriage. But I prefer arranged marriage. But as it is said nowadays, everyone's mindset is the best part, because actually nowadays in arranged marriage and love marriage, both of them are educated, working. There will be no the understanding part is very less. Actually, the ego part is the main one. So there will be fight and issues in both marriages, and sometimes in arranged marriage, families also create issues and all. So there might be chances to solve the problems between the couples, but the families will create so much problems in that. But anyhow, I think the society will accept only the arranged marriage. Whatever it is, all of them will say that love marriage is good and all, nothing. But most of them accept arranged marriage only. We can understand in a love marriage, the people will understand each other, but in arranged marriage, it will take time to understand and adjust to each other. That's it. ഓക്കെ. പറഞ്ഞൊരു നല്ലൊരു പോയിന്റ് ജയശ്രീ പറഞ്ഞത്. ഇത്രയും നേരം പറഞ്ഞ എല്ലാവരും പറഞ്ഞു, if there is any problem between husband and wife, both the families will solve the problem. Jayashree told that these families, they may make the problems in the life of husband and wife. Okay. Yes, very good. Okay, Jayashree, your is a very keen observation. Okay. Thank you, sir. Okay. Yes, who is next? കണ്ടസ്മിത, ഞാനിവിടെ ഇത് കുയിസ് ടെസ്റ്റ് ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടാന്ന് നോക്കി. യെസ്, അടുത്തൊരാള്. Sir, യെസ്, പറയൂ. sir, both love marriage and arranged marriage have advantages and disadvantages. Yes. In both the cases, it is the partners who have to have that bonding, and they should understand each other, and the trust should be there in between that partners. That is the most preferable point in both the marriages. And I think in both the cases, we have to keep our families away from in both the cases, because they have no rights to interfere. I think so. They have less rights to interfere in our matters. They have to keep a distance from their children for their better future. Yes. And I support both love marriage and arranged marriage. Yes. Both these cases have pros and cons. Yes. So in both the cases, there should be understanding and trust in between the partners. Okay. Very good, Sujata. Your observation is also very key. Keep the families from interfering our life. Okay. Yes. Okay, Sujata. Very good. പലപ്പോഴും സ്നേഹക്കുറവല്ല, സ്നേഹ കൂടുതലാണ് വിഷയങ്ങൾ ഉണ്ടായിട്ട് മാറുന്നത്. ഓക്കെ, എക്സസ് ഓഫ് ലവ്. Who is next? നിങ്ങളുടെ മനസ്സിൽ ഇംഗ്ലീഷിൽ 2 വാക്ക് പറയാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ?
ഇത് ഞാൻ വേറെ വിഷയങ്ങള് ഒരു വിഷയം ഞാൻ വിചാരിച്ചത്, ആ വിഷയം ഞാൻ പറയാതിരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ചിന്തിച്ച് പറയണമല്ലോ. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു എളുപ്പമുള്ള സബ്ജക്ട് എടുത്തിട്ടാണ്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ചുറ്റുപാടൊക്കെ നോക്കിയിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, സ്വന്തക്കാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാവും. യെസ്, അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. യെസ്, അടുത്തത് who is speaking next? യെസ്, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊന്ന് പറയണ്ടേ? ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ മാറി തന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോ കുറച്ചു പേർക്കൊക്കെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ഐഡിയ പറയാനായിട്ടുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും അവർക്ക്. ഓക്കെ, അപ്പോ അവർക്കും പറഞ്ഞവർക്കും പറയാതിരുന്നവർക്ക് ഞാൻ ഒരേപോലെ നന്ദി പറയുകയാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുക. ശരിയാണോ തെറ്റാണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്കത് പറയാനായിട്ടൊരു വേദിയാണ് ഞാൻ അല്ല പ്രചോദനം ഉൾക്കൊണ്ടത് ഇപ്പോഴാണ്. Love marriage can get to know the life partner more. Yes. Arranged marriage don't know about life partner. Yes. A love marriage should be done with the will of the family. Yes. Arranged marriage. Okay. വളരെ പ്രാക്ടിക്കൽ ആണ്. Love marriage should be done with the consent of the family. Okay. With the family. Arranged marriage should be done with the consent of the family. Yes. Arranged marriage ask for dowry. Yes. No dowry is asked in love marriage. Yes. Whether it is an arranged marriage or a love marriage, love will always stand. Yes. Both marriages should be people who understand each other. Yes. Okay, that's enough. Okay. Very good. Okay. Thank you, sir. Your level of thought is very high. Okay. ആരും കാണാത്ത രണ്ട് പോയിന്റുകളാണ് തസ്രീഫ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. സിജി പറയുന്നു ലവ് മാരേജ് ഡൗറി ലേറ്റർ അറേഞ്ച് മാരേജ്. യെസ്, ഓക്കെ. ഇനി who is next? നിഷക്ക് പറയണമെന്നുണ്ടോ? കുറച്ചു പേരുടെ ഒക്കെ കയ്യിൽ റെഡിയാണ്, പറയാനായിട്ട് റെഡിയാണ്. പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. ചിരിച്ചുകൊണ്ട് ഞാൻ ഇനി പറയാനും പ്രശ്നം ഉണ്ടാക്കുന്നില്ലാത്ത മാറിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ എടുത്തതിൽ ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ കിട്ടാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. എടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പറഞ്ഞേക്കണം. മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ മോഡൽ തന്നെ പരീക്ഷയ്ക്ക് വരുള്ളൂ പഠിക്കണം. യെസ്, പിന്നെ എക്സാമിനേഷൻ സ്പെഷ്യൽ നമ്മൾ വേറൊരു ക്ലാസ്സുകളിലൂടെ കടന്നു പോകും. അതും നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പ്രകടനം വളരെ മനോഹരമായിരുന്നു. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു വിഷയം വെക്കാം, നിങ്ങൾ സംസാരിക്കുമെങ്കിൽ. മറ്റു ക്ലാസ്സുകളിലൊക്കെ അവർ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങളും പറഞ്ഞോളാം 10 മിനിറ്റ് ഈ വിഷയത്തെ കുറിച്ച്. അപ്പൊ പറയും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ആലോചിച്ച് പിടിച്ചു വരണ്ട, നമുക്ക് അപ്പൊ തോന്നുന്നു അപ്പൊ പറയും. യെസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, വിനീത പറയുന്നു ഓക്കെ റെഡിയാണ് എന്ന് പറയുന്നു. ഓക്കെ ജെസ്സി, സാർ നമ്മുടെ എക്സാം സാറ് ഞാനേ ഇപ്പൊ ലേറ്റ് ആയി കയറാനായിട്ട് എക്സാമിന്റെ വലുതും പറഞ്ഞിരുന്നോ എന്നാണെന്ന്? അങ്ങനെ വലുതും ഇല്ലല്ലോ. ഞാനത് അതൊക്കെ പറയും. ഓക്കെ അമ്പിളി, മറ്റേ MT വൺകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളോട് പറഞ്ഞിരുന്നെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്. യെസ്, ഓക്കെ. അത് ഇവിടെ ഓഫീസ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിക്കണ്ട. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാവരും പാസ്. അധികം ചോദ്യങ്ങളൊന്നും ഇംഗ്ലീഷ് ഉണ്ടാവില്ല, കുറച്ച് ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്.
അപ്പൊ അതുകൊണ്ട് Sir, English separate exam ആണോ ഉണ്ടാവുക? സെപ്പറേറ്റ് എക്സാമിനുള്ള സാധ്യതയില്ല. അങ്ങനെയാണ് ഡിസ്ട്രിക്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രിക്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ടീച്ചറാണ് ഇത് ചാർജുള്ള ആള്. അപ്പൊ ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫൈനൽ ആയിട്ടുള്ള പറയാം. ഓക്കെ, യെസ്. സോ once again, wish you all the best. We will meet next day. പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്നോട് പറയും. അതൊന്നും പഠിക്കണം, ധൈര്യമായിട്ട് പറയും. അത് പിടികിട്ടിയില്ലല്ലോ സാറേ, എന്താണ് അത് ചോദിക്കും. നോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞേക്കാം, അത് ഞാനത് അവരോടൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ആ തന്നിരിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരും. ഡോണ്ട് വറി. Okay. Okay. We will meet next day. Okay, thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Good night. Thank you, sir. Okay. Thank you, sir. Good night. Thank you. Thank you, sir. Okay.